ഹോമിയോപ്പതി കപടമോ അതോ ശരിയായ ചികിത്സയോ? ഹലോ, ഞാൻ ഡോക്ടർ കെ ശാന്തകുമാർ. ഇപ്പോൾ ഹോമിയോപ്പതി കപട ചികിത്സയാണോ അതോ ശരിയായ ചികിത്സയാണോ എന്നുള്ള ചില വാദങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും നമ്മുടെ മോഡേൺ മെഡിസിനിലെ ചില ഡോക്ടർമാരും ശാസ്ത്രസാഹിത്യ പരീക്ഷത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചില മഹാന്മാരുടെയും അഭിപ്രായങ്ങളാണ്. അവർ പറയുന്നത് ഹോമിയോപ്പതി വെറും ഒരു പ്ലാസിബോയാണ്, അതുകൊണ്ട് അസുഖത്തെ മാറ്റാൻ കഴിയില്ല എന്നൊക്കെയാണ്. ഒരു ഭാഗം മരുന്നും 99 ഭാഗം വെള്ളമോ ആൽക്കഹോളോ ചേർത്ത് അത് കുലുക്കി ഒന്നാമത്തെ പൊട്ടൻസി ഉണ്ടാക്കുന്നു. ഒന്നാമത്തെ പൊട്ടൻസിയിൽ നിന്നും അടുത്ത ഒരു ഭാഗം മരുന്നെടുത്ത് 99 ഭാഗം വെള്ളം അല്ലെങ്കിൽ ആൽക്കഹോൾ ചേർത്ത് രണ്ടാമത്തെ പൊട്ടൻസി ഉണ്ടാക്കുന്നു. ഇങ്ങനെ തുടർന്നുള്ള പൊട്ടൻസികൾ വരുമ്പോൾ അതിൽ മരുന്നിൻ്റെ ഒരംശം പോലും ഉണ്ടാകുന്നില്ല എന്നാണ് അവരുടെ വാദം. ഹോമിയോപ്പതി വിഭാഗത്തിൽ പ്ലാസിബോ കൊണ്ടാണ് രോഗങ്ങൾ മാറ്റുന്നത് എന്ന അഭിപ്രായം അവർ പറയുകയാണ്. എന്നാൽ മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും സ്വതവേ അവരുടെ അസുഖങ്ങൾ കുറയ്ക്കുവാനുള്ള ഒരു പ്രകൃതിയാലുള്ള ഒരു സ്വഭാവം നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നു. അത് നമ്മുടെ ശരീരം ഒരു അസുഖം വരുമ്പോൾ അതിനെ നോർമലാവാൻ ഉള്ള പ്രക്രിയകൾ അത് തുടങ്ങുകയും പല രോഗങ്ങളും അതിൽ ഭേദമാകുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് മറ്റ് മൃഗങ്ങളിലും സസ്യജാലങ്ങളിലും നടക്കുന്നത്. അങ്ങനെ അസുഖം വരുമ്പോൾ ആ സ്വതസിദ്ധമായ കഴിവ്, അസുഖത്തിൽ നിന്നും മാറാനുള്ള ശരീരത്തിൻ്റെ കഴിവിനെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള പ്രക്രിയയാണ് ഹോമിയോപ്പതിയിൽ ഉണ്ടാകുന്നത്. നമ്മളുടെ വൈറ്റൽ എനർജി, നമ്മളെ ജീവശക്തിക്ക് എന്തെങ്കിലും നാശം സംഭവിക്കുമ്പോൾ മാത്രമാണ് അസുഖങ്ങൾ ഉണ്ടാകുന്ന കൺസെപ്റ്റാണ് ഹോമിയോപ്പതിയിലുള്ളത്. അതിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഹോമിയോപ്പതി മരുന്നായി നാം ഓരോ മരുന്നും ഉണ്ടാക്കിയിട്ടുള്ളത്. സമം സമേന ശാന്തി, ലൈക്ക് വേഴ്സ് ലൈക്ക് എന്ന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹോമിയോപ്പതി മരുന്നുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹോമിയോപ്പതി രോഗത്തെ അല്ല, രോഗിയെ ആണ് ചികിത്സിക്കുന്നത്. നമ്മൾ മേൽ പറഞ്ഞ പോലെ പ്ലാസിബോ രൂപത്തിലുള്ള മരുന്നുകൾ ഇപ്പം അലോപ്പതി അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻകാർ കൊടുത്താലോ ആയുർവേദക്കാർ കൊടുത്താലോ ഹോമിയോപ്പതിക്കാർ കൊടുത്താലോ അത് അവരുടെ മാനസികവും ശാരീരികവുമായ പല ലക്ഷണങ്ങളും അവരുടെ സാമൂഹികമായ പല അതും നമ്മൾ ചോദിച്ചറിയുകയും അതിന് പരിഹാരമായി പല നിർദ്ദേശങ്ങളും നാം അവർക്ക് കൊടുക്കുകയും ചെയ്തുകൊണ്ട് ചില പ്ലാസിബോ മരുന്നുകൾ അവർക്ക് കൊടുത്താൽ അവരുടെ മാനസികമായി ശരീരത്തിൽ ഉണ്ടാക്കിയ ശാരീരികമായ അസുഖങ്ങൾ പലതും മാറ്റാൻ കഴിയും. അത് ഏത് ചികിത്സാ ശാസ്ത്രശാഖയായാലും അങ്ങനെയാണ് നടക്കുന്നത്. എന്നാൽ പ്ലാസിബോ കൊണ്ട് എല്ലാ രോഗങ്ങളും മാറ്റാൻ കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മൃഗ സംരക്ഷണ വകുപ്പിൽ വെറ്റിനറിയിൽ ഹോമിയോപ്പതി ഉൾപ്പെടുത്തി, അതുപോലെ കാർഷിക മേഖലയിൽ ഹോമിയോപ്പതി ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? പ്ലാസിബോ എഫക്റ്റ് ആണെങ്കിൽ യാതൊരു ബുദ്ധിയും തിരിച്ചറിവും ഇല്ലാത്ത മൃഗങ്ങൾക്ക് ഈ കൊടുക്കുന്നത് പ്ലാസിബോ ആണോ ആൻറ്റിബയോട്ടിക് ആണോ മറ്റ് ആയുർവേദമാണോ ഒന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഈ ജീവികൾക്ക് എങ്ങനെയാണ് അവരുടെ അസുഖങ്ങൾ മാറുന്നത്? മൃഗങ്ങൾക്കുണ്ടാകുന്ന അരിമ്പാറ, മാസ്റ്റൈറ്റിസ്, അതല്ലെങ്കിൽ അകിട് വീക്കം, കുളമ്പ് രോഗം, അവരുടെ സ്കിന്നിലുണ്ടാകുന്ന അസുഖങ്ങൾ എന്നിവയ്ക്കൊക്കെ ഫലപ്രദമായ ഹോമിയോപ്പതി ഇന്ന് നിലവിലുണ്ട്. ഗവൺമെൻറ് തലത്തിൽ തന്നെ ഹോമിയോ വെറ്റിനറി മരുന്നുകൾ ഇപ്പോൾ പ്രാബല്യത്തിലുണ്ട്. അതുപോലെ അഗ്രികൾച്ചർ മേഖലയിലും ഫലപ്രദമായ മരുന്നുകൾ ഹോമിയോപ്പതി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം തെങ്ങിൻ്റെ കൊമ്പ് ചീയൽ, ചെല്ലിയുടെ ആക്രമണം, അതിലുണ്ടാകുന്ന ഫംഗസ് ബാധകൾ മുതലായവയ്ക്ക് ഹോമിയോപ്പതിയിൽ നല്ല ഔഷധങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതുപോലെ പച്ചക്കറി വിത്തുകൾ മുളപ്പിക്കുന്നതിനും പച്ചക്കറിയുടെ പരിപാലനത്തിനും പറ്റിയ ഹോമിയോ മരുന്നുകൾ സർവ്വസാധാരണമായി ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നു. എന്തുകൊണ്ട് ഇതെല്ലാം ഹോമിയോപ്പതി
ഈ അഗ്രികൾച്ചറിലും വെറ്റനറിയിലും ഫലപ്രദമാകുന്നു എന്ന് ഈ പറയുന്നവർ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും ഇത് വെറും പ്ലാസിബോ അല്ല എന്നുള്ളത്. ഇന്ന് ലോകത്ത് കാർഷിക മേഖലയിൽ അമിതമായ കീടനാശിനി പ്രയോഗങ്ങൾ മൂലവും അമിതമായ വളങ്ങൾ പ്രയോഗിക്കുന്നതിലൂടെയും നമ്മുടെ ജലാശയങ്ങളും നമുക്ക് സുഹൃത്തുക്കളായ നമുക്ക് വേണ്ടുന്ന ചില കീടങ്ങളും ഒക്കെ നശിച്ചുകൊണ്ട് നമ്മളെ ഭൂമിക്കും പ്രകൃതിക്കും ദോഷം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഇപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ തന്നെ ഇപ്പോൾ നാനോ ടെക്നോളജി ഉപയോഗിച്ച് നാനോ അഗ്രികൾച്ചർ അഥവാ നാനോ കീടനാശിനികൾ നിർമ്മിച്ച് ഇപ്പോൾ കൃഷിക്ക് ഉപയോഗമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏതൊരു ജീവിക്കും അതിൻ്റെ അസുഖങ്ങൾക്കോ സ്വതവേ ഉള്ള ജീവമാറ്റങ്ങൾക്കോ നാം അവ മാറുന്നതിന് വേണ്ടി മില്ലിഗ്രാം കണക്കിനോ അല്ലെ ഗ്രാം കണക്കിനോ ഉള്ള ഔഷധ പ്രയോഗം നടത്തേണ്ടതില്ല എന്ന നിഗമനത്തിലാണ് ഹോമിയോപ്പതിയുടെ അതിൻ്റെ രീതിയും. മുൻകാലങ്ങളിൽ മോഡേൺ മെഡിസിൻ വിഭാഗത്തിൽ രോഗത്തിന് ആൻറ്റിബയോട്ടിക് എന്ന നിലയിൽ പെൻസിലിൻ വർഗത്തിൽപ്പെട്ട ഇഞ്ചക്ഷനുകൾ നൽകുന്നുണ്ടായിരുന്നു. അവ സബ്ക്യൂട്ടേനിയസായി ചെറിയൊരു അംശം ടെസ്റ്റ് ഡോസായി കൊടുത്ത് അവയിൽ നിന്നും മറ്റ് അലർജിയോ അനാഫിലാക്സിസ് റിയാക്ഷൻസ് ഒന്നും വരുന്നില്ല എങ്കിൽ മാത്രം ആ മരുന്ന് കുത്തിവെച്ചിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിൽ ഈ ടെസ്റ്റ് ഡോസ് കൊടുക്കുന്ന വളരെ ചെറിയ അംശം തന്നെ പല രോഗികളുടെയും ജീവൻ നഷ്ടപ്പെടാൻ ഇടയായിട്ടുണ്ട്. അതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ചെറിയ ഒരു അംശം നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധത്തിന് എതിരായി നിൽക്കുന്ന ഘടകം ആണെങ്കിൽ വളരെ ചെറിയ ഒരു അംശം പോലും ആ ജീവൻ്റെ നാശത്തിലേക്ക് നയിക്കും. ഇന്നേക്ക് ഹോമിയോപ്പതി കണ്ടുപിടിച്ചിട്ട് 230 വർഷത്തോളം ആയി. ഇത് മോഡേൺ മെഡിസിനിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉള്ള ഡോക്ടർ സാമുവേൽ ഹനിമാൻ ജർമ്മനിയിൽ ജനിച്ച അദ്ദേഹമാണ് ഇത് കണ്ടുപിടിച്ചത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് തലങ്ങളിൽ നിന്ന് നിരന്തരമായ വിമർശനങ്ങളും കളിയാക്കലുകളും സഹിച്ചുകൊണ്ടാണ് ഈ ഒരു വൈദ്യശാസ്ത്ര ശാഖ അദ്ദേഹം വികസിപ്പിച്ചെടുത്തത്. നേരത്തെ പറഞ്ഞതുപോലെ സമം സമേന ശാന്തി സിമിലിയ സിമിലിമസ് കുറണ്ടർ എന്ന തത്വത്തിൽ അടിസ്ഥാനമാക്കിയാണ് ഈ വൈദ്യശാസ്ത്രം നിലനിൽക്കുന്നത്. എന്നുവെച്ചാൽ രോഗത്തെ അല്ല രോഗിയെയാണ് ഹോമിയോപ്പതി ചികിത്സിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ രോഗലക്ഷണങ്ങളും പ്രൂവ് ചെയ്ത ഹോമിയോ മരുന്നുകളുടെ ഔഷധങ്ങളുടെ ലക്ഷണങ്ങളും തമ്മിൽ സമാനത വരുന്ന ആ അവസ്ഥയിലാണ് ഓരോ മരുന്നുകളും നിശ്ചയിക്കുന്നത്. അതുമാണ് സമം സമേന ശാന്തി എന്നുള്ള തത്വം അവലംബിച്ചിട്ടുള്ളത്. ഹോമിയോപ്പതി ഔഷധ നിർമ്മാണത്തിന് ചില സ്കെയിലുകൾ അതിൻ്റെ പ്രവർത്തന രീതികളും പ്രധാനമാണ്. പ്രധാനമായും 2 സ്കെയിലുകളിലാണ് ഹോമിയോപ്പതി മരുന്നുകൾ ഉണ്ടാക്കുന്നത്. ഡെസിമൽ സ്കെയിൽ, അത് 1:10 എന്ന അനുപാതം, അതായത് 1 ഭാഗം മരുന്നും 9 ഭാഗം ഷുഗർ ഓഫ് മിൽക്ക് അല്ലെങ്കിൽ ലാക്ടോസ്. ഈ ഷുഗർ ഓഫ് മിൽക്ക് അല്ലെങ്കിൽ ലാക്ടോസ് എന്ന് പറയുന്നത് ഈ മരുന്നിന് ഒരു ബഹുക്കളായിട്ടാണ്. എന്നുവെച്ചാൽ ഈ മരുന്ന് ലയിച്ചു ചേരാൻ പറ്റുന്ന തരത്തിലുള്ള ഇനർട്ടായ യാതൊരു മെഡിസിനൽ കണ്ടൻറ്റും ഇല്ലാത്ത ഒരു വസ്തുവാണ് നാം ഇതിൽ ഉപയോഗിക്കുന്നത്. അതാണ് ഈ ലാക്ടോസ് അല്ലെങ്കിൽ ഷുഗർ ഓഫ് മിൽക്ക് എന്ന് പറയുന്നത്. രണ്ടാമത് ആൽക്കഹോൾ ന്യൂട്രലാണ്, ഈഥൈൽ ആൽക്കഹോളാണ് ഇതിന് ചേർക്കുന്നത്. അത് മൂലം ഈ വെഹിക്കിളായി ഈ ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്നു. അത് 2 സ്കെയിലുകളിൽ, ഡെസിമൽ സ്കെയിൽ, സെൻറ്റിസിമൽ സ്കെയിൽ അപ്പോൾ 1:100 എന്ന റേഷ്യോയിലാണ്. 1 ഭാഗം മരുന്നും 99 ഭാഗം വെഹിക്കിൾ എന്ന് പറയുന്നത് ആൽക്കഹോൾ അല്ലെങ്കിൽ ഷുഗർ ഓഫ് മിൽക്ക് ചേർത്താണ് ഔഷധം നിർമ്മിക്കുന്നത്. ഈ ഡെസിമൽ സ്കെയിൽ നാം സാധാരണ അത് എഴുതുമ്പോൾ അതിനോട് ചേർന്ന് എക്സ് എന്നുള്ള ഒരു ചിഹ്നം ചേർക്കും. 1x, 2x, 3x, 4x,
5x 6x എന്ന ആ രീതിയിൽ ആണ് പോകുന്നത്. സെൻറ്റിസിമൽ സ്കെയിൽ അത് 1C 2C അങ്ങനെ ആ ഒരു വിഭാഗത്തിൽ 30C അല്ലെങ്കിൽ 30 ആ നമ്പർ തന്നെയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഈ രണ്ട് സ്കെയിലുകളിലും ട്രൈച്ചുറേഷൻ വഴിയും സക്കഷൻ വഴിയും മരുന്നുകൾ ഉണ്ടാക്കാവുന്നതാണ്. ട്രൈച്ചുറേഷൻ എന്ന പ്രോസസ്സ് സാധാരണയായി നമ്മൾ അത് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇപ്പം ഡെസിമൽ സ്കെയിലിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 1 ഭാഗം മരുന്നും 9 ഭാഗം നമ്മുടെ വെഹിക്കിളായ ഷുഗർ ഓഫ് മിൽക്ക് ചേർത്ത് അതിനെ അരയ്ക്കുന്നു. ഇത് ആകെ 1 മണിക്കൂർ നീണ്ടിരിക്കുന്ന പ്രക്രിയ. അതിൽ ഈ 9 ഭാഗം ലാക്ടോസ് അതായത് ഷുഗർ ഓഫ് മിൽക്കിനെ അത് 3 ഭാഗങ്ങളായി തിരിക്കുന്നു. ആദ്യം ഇതിന് വേണ്ടത് ഒരു മോർട്ടാറും പെസലും. അത് പോഴ്സലൈൻ കൊണ്ടുള്ള ആ ഒരു മോർട്ടാറിലും പെസലിലും വെച്ച് 1 ഭാഗം മരുന്നും 9 ഭാഗം വെഹിക്കിളിൻ്റെ 3 ഭാഗങ്ങളായി തിരിച്ചതിൽ 1 ഭാഗം ചേർത്ത് അത് 6 മിനിറ്റ് അരയ്ക്കുന്നു. അത് അരയ്ക്കുന്നതിനും പ്രത്യേകതകളുണ്ട്. അത് ആൻറ്റി ക്ലോക്ക് വൈസിൽ ആണ് അരയ്ക്കേണ്ടത്. 6 മിനിറ്റ് അരച്ചതിന് ശേഷം അത് വീണ്ടും 4 മിനിറ്റ് അത് വശങ്ങളിൽ പറ്റിയിരിക്കുന്ന മരുന്ന് എല്ലാം കൂടെ സ്ക്രാപ്പ് ചെയ്ത് കൂട്ടി യോജിപ്പിക്കുന്നു. വീണ്ടും 6 മിനിറ്റ് അരയ്ക്കുന്നു. അരച്ചതിന് ശേഷം വീണ്ടും 4 മിനിറ്റ് സ്ക്രാപ്പ് ചെയ്ത് യോജിപ്പിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ആ 20 മിനിറ്റ് അവിടെ പൂർത്തിയാക്കുന്നു. അങ്ങനെ 60 മിനിറ്റ് പൂർത്തിയാക്കുമ്പോഴാണ് ഒന്നാമത്തെ പൊട്ടൻസി ഡെസിമൽ പൊട്ടൻസി ഉണ്ടാകുന്നത്. ബാക്കി മാറ്റി വച്ചിരിക്കുന്ന 2 ഭാഗത്തിൽ 1 ഭാഗം ഇതിൽ ചേർത്ത് വീണ്ടും 6 മിനിറ്റ് ഗ്രൈൻഡ് ചെയ്യുകയും എന്നിട്ട് 4 മിനിറ്റ് സ്ക്രാപ്പ് ചെയ്ത് അത് മിക്സ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെയുള്ള 10 മിനിറ്റ് പ്രോസസ്സ് വീണ്ടും ആവർത്തിക്കുന്നു. വീണ്ടും അടുത്ത 1 ഭാഗവും കൂടി നിലനിൽക്കുന്നുണ്ട്. ആ ഭാഗവും മൂന്നാമത്തെ ഭാഗവും ചേർത്ത് മുൻപേ ചെയ്ത അതേ രീതിയിൽ തന്നെ പ്രോസസ്സ് പൂർത്തിയാക്കുന്നു. അങ്ങനെ ഡെസിമൽ സ്കെയിലുള്ള ഒന്നാമത്തെ പൊട്ടൻസി അതായത് 1x പൊട്ടൻസി നമുക്ക് ലഭിക്കുന്നു. സാധാരണ ഡെസിമൽ സ്കെയിൽ ട്രൈച്ചുറേഷൻ ചെയ്യുന്നത് വെള്ളത്തിൽ ലയിക്കാത്തതും ആൽക്കഹോളിലോ വെള്ളത്തിലോ ലയിക്കാത്ത സബ്സ്റ്റൻസുകളെയാണ്. ഉദാഹരണത്തിന് ഗോൾഡ് ഓറംമെറ്റ് എന്ന മരുന്ന് ഹോമിയോപ്പതിയിൽ എടുക്കുന്നു. ഓറംമെറ്റ്, അതുപോലെ തന്നെ സിൽവർ, അർജൻറ്റൻ നൈട്രിക്കം, അതുപോലെ കുപ്രമെറ്റ് കോപ്പറിൽ നിന്നാണ് എടുക്കുന്നത്. അതുപോലെ ബയോകെമിക് മരുന്നുകൾ ഇവയെല്ലാം വെള്ളത്തിൽ ലയിക്കുവാൻ പാടുള്ളവയാണ്. അതുകൊണ്ട് ഇത് ആദ്യം ട്രൈച്ചുറേറ്റ് ചെയ്ത് 6x പൊട്ടൻസി എത്തുന്നത് വരെ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ലിക്വിഡ് പൊട്ടൻസിയിലേക്ക് പോകുന്നത്. ഇനി അടുത്തതായി സെൻറ്റിസിമൽ സ്കെയിൽ. ഈ സെൻറ്റിസിമൽ സ്കെയിൽ എന്ന് പറയുന്നത് 1:100. സാധാരണ ഈ ട്രൈച്ചുറേഷൻ പ്രോസസ്സിലൂടെ ലയിക്കാത്ത വസ്തുക്കൾ 6xൽ വരുമ്പോൾ അതിൽ നിന്നും 1 ഭാഗം എടുത്ത് 99 ഭാഗം ആൽക്കഹോൾ ചേർത്ത് സക്കഷൻ എന്നുവെച്ചാൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഹിറ്റ് ആൻഡ് ജെർക്ക് എന്ന മെത്തേഡിലുള്ള സക്കഷനാണ് നടക്കുന്നത്. അങ്ങനെ ഇതേ രീതിയിൽ 1 ഭാഗം മരുന്നും 99 ഭാഗം ആൽക്കഹോളും ചേർത്ത് 10 സക്കഷൻ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒന്നാമത്തെ പൊട്ടൻസി ഉണ്ടാകുന്നത്. രണ്ടാമത്തെ പൊട്ടൻസി ഈ ആദ്യത്തെ പൊട്ടൻസിയിൽ നിന്ന് 1 ഭാഗം മരുന്നും 99 ഭാഗം ആൽക്കഹോളും ചേർത്ത് 10 സക്കഷൻ കൊടുത്ത് വീണ്ടും രണ്ടാമത്തെ പൊട്ടൻസി ഉണ്ടാകുന്നു. മേലോട്ടുള്ള എല്ലാ പൊട്ടൻസികളും ഇതേ പ്രോസസ്സ് നമ്മൾ സ്വീകരിച്ച് ഉയർന്ന പൊട്ടൻസികൾ ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് 30th പൊട്ടൻസി, 200, 1m പൊട്ടൻസി, 10m പൊട്ടൻസി, അതേപോലെ 50m, cm പൊട്ടൻസികൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസസ്സിലൂടെ ഔഷധത്തിൻ്റെ ആ ഘടന കുറയുകയും
ഔഷധത്തിൻ്റെ ഘടന കുറഞ്ഞിട്ട് നമുക്ക് അസുഖം ഭേദമാക്കാനുള്ള ആ ഒരു എനർജി, രോഗത്തെ ഭേദപ്പെടുത്താനുള്ള എനർജി വർദ്ധിപ്പിക്കുകയുമാണ് ഇതിൽ നടക്കുന്ന സിദ്ധാന്തം. ഇങ്ങനെ ഉണ്ടാക്കുന്ന മരുന്നുകളെപ്പറ്റി ശാസ്ത്രലോകത്തിനും ജനങ്ങൾക്കും ഒരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ പൊട്ടൻസി വർദ്ധിക്കുന്നതനുസരിച്ച് മരുന്നിൻ്റെ ഘടകം കുറഞ്ഞു വന്നാൽ എങ്ങനെ രോഗത്തെ പ്രതിരോധിക്കാൻ പറ്റും എന്നുള്ളതാണ് ചിന്ത. എന്നാൽ നമ്മളുടെ മേൽപ്പറഞ്ഞ 6ാമത്തെ പൊട്ടൻസിക്ക് മേൽ അത് മരുന്നിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുമെങ്കിലും ആ ലായനിയിൽ ഇതിൽ സക്കഷൻ മൂലം ഈ ആൽക്കഹോളിൽ ചെലുത്തുന്ന ആ എനർജി ഇതിൽ മരുന്നിൻ്റെ ഘടകങ്ങൾ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് ഇപ്പോൾ ക്വാണ്ടം തിയറി മൂലം കണ്ടെത്തിയിരിക്കുന്നത്. പ്രധാനമായും ക്വാണ്ടം തിയറിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തന്നെ പല ഗവേഷണങ്ങളും നടക്കുന്നുണ്ട്. അതുപോലെ ആയുഷ് മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള CCRH, സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഹോമിയോപ്പതി, ഈ ക്വാണ്ടം തിയറിയുടെ ബേസിസിൽ പരീക്ഷണങ്ങൾ നടത്തുകയും ഹയർ പൊട്ടൻസിയിൽ നമ്മുടെ മരുന്നിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് പല ജേണലുകളിലും പത്രങ്ങളിലും വന്നിട്ടുള്ള വാർത്തകളാണ്. പ്രധാനമായും ക്വാണ്ടം തിയറിയിൽ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്, ക്വാണ്ടം കോഹറൻസ് എന്നീ ആശയങ്ങളാണ് ഗവേഷകർ ഉപയോഗിക്കുന്നത്. അതായത് ഉയർന്ന പൊട്ടൻസിയിലുള്ള ഔഷധങ്ങളിലെ മരുന്നുകൾ വേർതിരിച്ചാൽ തന്നെയും അവയിൽ ഉള്ള ലായനിയിൽ ഈ മരുന്നിൻ്റെ ഊർജം ഉണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെ ക്വാണ്ടം തിയറി പ്രകാരം ഹോമിയോപ്പതി പുതിയ മാനങ്ങളിലേക്കാണ് എത്തിയിരിക്കുന്നത്. ക്വാണ്ടം തിയറിയെ ബേസ് ചെയ്ത് ഗവേഷണം നടത്തുന്ന സ്ഥാപനങ്ങൾ ഇവയാണ്: മുംബൈ IITB, CCRH എന്നീ ഗവേഷണ സ്ഥാപനങ്ങളും ബാബ അറ്റോമിക് റിസർച്ച് സെൻ്ററും ഇതിൽ ഉൾപ്പെടുന്നു. ഇറ്റലി, UK, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ബ്രസീൽ മുതലായ രാജ്യങ്ങളിൽ ദ്രുതഗതിയിൽ ഹോമിയോ ശാസ്ത്രത്തിൻ്റെ കടന്നുകയറ്റം വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വിറ്റ്സർലൻഡിൽ അവിടെ ഹോമിയോപ്പതി മൃഗസംരക്ഷണ വകുപ്പിലും അഗ്രികൾച്ചർ വകുപ്പിലും അവിടുത്തെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലും ഇത് അംഗീകരിക്കപ്പെട്ട ശാഖയായി മാറിയിരിക്കുന്നു. അവർ ഇതിനെപ്പറ്റിയുള്ള റിസർച്ചുകൾ അതിവേഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയിരിക്കെ ഹോമിയോപ്പതി മനുഷ്യന് ദോഷം വരാതെ, അതുപോലെ നമ്മളുടെ ലോകത്തിനും ഭൂമിക്കും ജലാശയങ്ങൾക്കും പ്രകൃതിക്കും ദോഷം വരാതെ ഔഷധം ജീവനുള്ള വസ്തുക്കൾക്ക് കൊടുക്കാൻ കഴിയുന്നത് കൊണ്ട് പ്രകൃതി ദുരന്തം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്ന ഒന്നായി മാറും. ഇങ്ങനെ എല്ലാ ചികിത്സാശാഖയും ഒരുപോലെ നല്ല വശങ്ങൾ കോർത്തിണക്കി മനുഷ്യൻ്റെ നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എല്ലാ വിഭാഗവും നല്ല വശങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു ചികിത്സാ ശാഖ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് ജനങ്ങൾക്ക് വളരെയേറെ പ്രയോജനമാകും. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.